ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മിനിമലിസം എന്ന വാക്കിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഹോം മേക്കിങ്ങിൽ ഒരു മിനിമലിസ്റ്റ് അപ്രോച്ച് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിനിമലിസം കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഡീക്ലട്ടറിങ് ചെയ്യുക എന്നുള്ളത്. മിനിമലിസം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൂം ബൈ റൂം അല്ലെങ്കിൽ എങ്ങനെ ഡീക്ലട്ടറിങ് ചെയ്യാം, അതുപോലെ ഡീക്ലട്ടറിങ് ചാലഞ്ച് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോ റൂമിലും പോയിട്ട് നമുക്ക് ആവശ്യമുണ്ടോ നമ്മളോട് തന്നെ ചോദിക്കാം. നമുക്കിത് ആവശ്യമുണ്ടോ, നമ്മളിത് ഒത്തിരി ഇഷ്ടമുള്ളതാണോ, നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഡീക്ലട്ടറിങ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീട് ഒത്തിരി എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് അത്രയും സാധനങ്ങൾ കുറച്ച് ഡസ്റ്റ് ചെയ്താൽ മതി. ക്ലീനിങ്, ഓർഗനൈസിങ് എല്ലാം എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ചെറിയ ഡ്രോയറോ ഷെൽഫോ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് നമ്മുടെ ഹോം ലൈറ്റായിട്ട് വരും. ഡിപ്രൈവ്ഡ് ആവുക എന്നല്ല ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഹോം മേക്കിംഗ് സിമ്പിൾ ആവുകയും ചെയ്യും, കൂടുതൽ പീസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സർഫസസ് ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലെ, അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതായത് കൗണ്ടർ ടോപ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വയ്ക്കുക. ടേബിൾസ്, അതുപോലെ ഷെൽഫ്സിൻ്റെ തട്ടുകൾ, ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് കൂടുതൽ നീറ്റായിട്ടുള്ളൊരു ലുക്ക് വരും. അപ്പോൾ നമ്മളൊരു മിനിമലിസ്റ്റ് ഹോം മേക്കർ ആണെങ്കിൽ നമ്മൾ ഈ ഏരിയാസ് എല്ലാം എപ്പോഴും സാധനങ്ങളിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കില്ല. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ലൈക്ക് ഒരു വേസോ ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫോട്ടോ, നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഡെക്കോറായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് ഒരു കാമിങ് ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഡെയിലി ക്ലീൻ ചെയ്യാനും കുറച്ച് ഈസി ആയിരിക്കും. ഒരു ക്ലിയർ സർഫസ് വൈപ്പ് ചെയ്യാൻ ഒരു നിറയെ ഐറ്റംസ് ഉള്ള സർഫസ് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും എന്തായാലും ഈസി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ സർഫസസ് സിംപ്ലിഫൈ ചെയ്താൽ അത് മൈൻഡ്ഫുൾനെസ് കൂട്ടുന്നു, നമ്മൾ കൂടുതൽ ഇൻറ്റൻഷണൽ ആവുന്നു. പിന്നെ ഒരുപാട് യൂസസ് ഉണ്ട് അങ്ങനെ സാധനങ്ങൾ കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ കുറേയും കൂടി വലിയതാവുന്നു, കുറേയും കൂടി ബ്രൈറ്റർ ആവുന്നു, കുറേയും കൂടി പീസ്ഫുൾ ആവുന്നു. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിൻറ്റ്. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഓരോ ഐറ്റംസ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടുതൽ നോക്കുക, ക്വാണ്ടിറ്റി കൂടുതലിനേക്കാളും കൂടുതൽ. ഇപ്പം ഒരുപാട് ചീപ്പ് ഐറ്റംസ് കുത്തി നിറയ്ക്കുന്നതിനേക്കാളും നമ്മുടെ കുറച്ച് സാധനങ്ങൾ മതി, അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പീസസ് വെക്കാൻ വേണ്ടി നോക്കുക. ഡൈനിങ് ടേബിൾ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ, കംഫർട്ടബിൾ ഉള്ളൊരു കൗച്ച്, കുറച്ച് നല്ല പാൻസ്. പിന്നെ ഇപ്പോൾ ക്വാളിറ്റി ഐറ്റംസ് വരുമ്പോൾ തന്നെ അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹോം മേക്കിംഗ് കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയാണ്. നല്ലൊരു നൈഫ് ഉണ്ടെങ്കിൽ ഒത്തിരി പൊട്ട നൈഫ്സിന് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഒരൊറ്റ എണ്ണം മതി അല്ലേ. അപ്പോൾ ഒന്നുമില്ലാതെ ജീവിക്കുന്നതല്ല മിനിമലിസം എന്ന് പറയുന്നത്. ബെസ്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യുക, ശരിക്കും ആവശ്യമുള്ള മിനിമലായിട്ടുള്ള ഐറ്റംസ് ചൂസ് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റീനെ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ മണി സേവ് ചെയ്യാനും പറ്റുന്നു. കുറച്ച് ഐറ്റംസ്, ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നു. അടുത്തത് നമുക്ക് നമ്മുടെ വാർഡ്രോബ് നോക്കണം. വാർഡ്രോബിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാം. നമ്മുടെ വാർഡ്രോബ് മിനിമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം, നമ്മുടെ കാശ്, സ്ട്രെസ്സ് ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്ലോസറ്റ് നിറഞ്ഞ സാധനങ്ങൾ പോകുന്നതിനേക്കാളും നമുക്ക് ആവശ്യമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മളെ തന്നെ ഏറ്റവും ഭംഗിയിൽ കാണുന്ന ഐറ്റംസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ക്യാപ്സ്യൂൾ വാർഡ്രോബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ന്യൂട്രൽ കളേഴ്സും മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന കളേഴ്സൊക്കെ വെച്ചിട്ട് നല്ലൊരു വാർഡ്രോബ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഡ്രസ്സപ്പ് ചെയ്യാനും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. കാരണം ഏത് ഇടണമെന്ന് ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട, നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ വാർഡ്രോബിലെ സ്പേസും കുറച്ച് ആവശ്യത്തിനുണ്ടാവും. അതുപോലെ ലോണ്ട്രി നമുക്ക് മാനേജബിൾ ആയിരിക്കും. കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എണ്ണത്തിൻ്റെ ഇടയിൽ നമ്മുടെ നല്ലത് കാണാതെ പോകുന്നത് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് നമുക്ക് ഡെയിലി റീസെറ്റ് റൂട്ടീൻസ് സെറ്റ് ചെയ്യുക. അതായത് സിമ്പിൾ
റൂട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ സിമ്പിൾ റൂട്ടീൻസ് തന്നെ നമ്മൾ റീസെറ്റ് ചെയ്യുന്ന കുറച്ച് റൂട്ടീൻസ് ഉണ്ടാവും. അതായത് ഒരു 5 മിനിറ്റിൽ ടൈഡി അപ്പ് ചെയ്യാം, മോർണിംഗിലും ഈവനിങ്ങിലും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ക്ലട്ടർ വന്ന് നിറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എല്ലാ ഐറ്റംസും പെട്ടെന്ന് അതായത് സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കുക. കൗണ്ടർ ടോപ്സ് ഒന്ന് ക്ലിയർ ചെയ്യുക, പെട്ടെന്ന് സർഫസസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത് ഷോർട്ടും ആയിരിക്കും പവർഫുള്ളും ആയിരിക്കും. നമ്മുടെ വീടൊന്ന് ഓർഡർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് നേരത്തെ ക്ലീനിങ്ങിനേക്കാളും ഇങ്ങനെ ഷോർട്ടായിട്ട് ചെയ്തു പോകുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആവുക എന്നല്ല, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നമുക്ക് സ്ട്രെസ് റിമൂവ് ചെയ്യാനും നമ്മുടെ വീട് എപ്പോഴും വെൽക്കമിങ് ആയിട്ടിരിക്കാനും ഈ ഡെയിലി റീസെറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇനി മൾട്ടിപ്പിൾ ഐറ്റംസ് ഉള്ളത് ഒന്ന് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ അൺനെസസറി ആയിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. കുറേ സ്പാച്ചുലാസ്, 3 മിക്സി ജാറ്, അതുപോലെ 10 ടവൽസ്, ഇതൊന്നും ശരിക്കും നമുക്ക് ആവശ്യമില്ല. ബെസ്റ്റായിട്ടുള്ളത് കീപ്പ് ചെയ്യുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക. ഒരുപാട് മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം പോകും അല്ലേ, സ്റ്റോറേജ് കോംപ്ലിക്കേറ്റഡ് ആവും, അതുപോലെ ഹോം മേക്കിംഗ് കൂടുതൽ സ്ട്രെസ്ഫുൾ ആവും. അപ്പോൾ ഒരെണ്ണം മതി, ഹൈ ക്വാളിറ്റി ഐറ്റം. അപ്പോൾ ബാക്കി മൾട്ടിപ്പിൾ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എല്ലാത്തിനും നമ്മുടെ ഡ്രസ്സുകൾക്ക്, ഡിഷസ്, പാത്രങ്ങൾ, ഡെക്കോർ ഐറ്റംസ് എല്ലാത്തിനും നമ്മൾ ഈ ഒരു ഐഡിയോളജി ചൂസ് ചെയ്യാം. ഇനി എന്താ പറയുക, കുറച്ച് നമ്മുടെ സ്പേസ്, വീട്ടിലെ സ്പേസിന് ഓരോന്നിനും ഓരോ ഡെസിഗ്നേഷൻ കൊടുക്കുക. ലൈക്ക് ഓരോ റൂമിനും അതിൻ്റെ ഫങ്ഷണാലിറ്റി ഉണ്ട്. കിച്ചൺ കുക്കിങ്ങിനായിരിക്കുമല്ലോ, ബെഡ്റൂം നമ്മൾ കെടുക്കാൻ വേണ്ടി കൊടുക്കുക, ലിവിങ് റൂം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇൻ്റർ കണക്റ്റ് ആവരുത്. ലൈക്ക് നമ്മൾ ബെഡ്റൂമിൽ വെച്ച് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, ഇങ്ങനെ വരുമ്പോഴത്തേനും കുറച്ച് പ്രോബ്ലം ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കിയാൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, മൊത്തത്തിലൊരു ക്ലട്ടർ കുറയും, നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെക്കോർ എല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. നമ്മുടെ വീട് നല്ല ഭംഗിയാക്കി വെക്കാൻ ഡെക്കറേറ്റ് ഐറ്റംസ് നമ്മൾ വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ വാൾസും എല്ലാ ഷെൽഫ്സും ഒരുപാട് ഐറ്റംസ് കുത്തി നിറയ്ക്കാതെ കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള കാമിങ് ആയിട്ടുള്ള ഐറ്റംസ് വയ്ക്കുക. ഒരു ചെറിയ പ്ലാന്റ്, ഒരു ചെറിയ പെയിൻറ്റിങ്, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ, നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതൊന്ന് ചൂസ് ചെയ്തിട്ട് വയ്ക്കുക. ഒത്തിരി ഡെക്കോറായാൽ ഇത് മൊത്തം നമ്മൾ പൊടി തട്ടാനും ക്ലീൻ ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതൊരു വിഷ്വൽ ക്ലട്ടർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഡെക്കോർ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിന് ശ്വസിക്കാനൊരു സ്ഥലം കിട്ടുന്ന പോലെയാണ്, നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഓരോ പീസിനും ഒരു പ്രത്യേക മീനിങ് ഉണ്ടാവണം, അത് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാനുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതൊരു നല്ല മീനിങ് ഫുൾ ആവും നമ്മൾ ആ ഡെക്കോർ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു മിനിമലിസ്റ്റ് ഹോം മേക്കർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ വേണം അല്ലേ, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഓരോ സാധനം വാങ്ങിക്കുന്നതിന് മുന്നേയും എനിക്കിത് ആവശ്യമുണ്ടോ, ഇതിന് ശരിക്കും വാല്യൂ ഉണ്ടോ, എനിക്ക് ഓൾറെഡി ഇതുപോലത്തെ വേറെ ഐറ്റംസ് ഉണ്ടോ. പല പർച്ചേസസും നമ്മൾ ഇമ്പൾസീവ്ലി ചെയ്യുന്നതാണ്. അപ്പോൾ മൈൻഡ്ഫുള്ളി നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ക്ലട്ടർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കാശ് സേവ് ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 1 or 2 days വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമല്ലോ. അതുപോലെ നമുക്ക് എംപ്റ്റി സ്പേസസിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതായത് ഒരു മിനിമലിസ്റ്റിക് വീടെന്ന് പറയുമ്പോൾ കുറച്ച് ഓപ്പൺ ഏരിയ, കുറച്ച് എംപ്റ്റി സർഫസസ് ഒക്കെ ഉണ്ടാവും. എല്ലാ വാളിലും നമുക്ക് ഫ്രെയിം ആവശ്യമില്ല, എല്ലാ ഷെൽഫും നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ എല്ലാ ടേബിളും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എംപ്റ്റി സ്പേസ് വരുമ്പോഴത്തേനും നമ്മുടെ കണ്ണുകൾക്ക് നമുക്കതൊരു റെസ്റ്റ് കൊടുക്കുന്ന പോലെയാണ് അല്ലേ, ഒരു സെൻസ് ഓഫ് കാം. അത് നമുക്ക് ക്ലീനിങ് ഈസിയറും പെട്ടെന്ന് തീർക്കാനും പറ്റും. അപ്പം നമുക്ക് ഈ ഒരു എംപ്റ്റിനെസ്, എല്ലാ സ്ഥലത്തും എന്തെങ്കിലും സാധനം വേണമെന്നുള്ളൊരു ഇതിൽ നമ്മൾ എല്ലാ സ്ഥലത്തിനും വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക ചെയ്യുന്ന അതിൻ്റെ ആവശ്യമില്ല. മിനിമലിസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്.
ഒരു സ്പേസ് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. ആ എംപ്റ്റിനെസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീട് നല്ല കാറ്റും വെളിച്ചവും ഓർഗനൈസ്ഡായിട്ട് പീസ്ഫുള്ളായിട്ട് സ്ട്രെസ്സ് കുറഞ്ഞ ഒരു നല്ല ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണ് മിനിമലിസ്റ്റിക് ഹോം മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട്, പറ്റുവാണെങ്കിൽ അതും ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.